സമയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതെ, നിങ്ങൾ ഊഹിച്ചത് തന്നെയാണ്. അത് ആർക്കു വേണ്ടിയും ഒരിക്കലും കാത്തു നിൽക്കുന്നില്ല എന്നത് തന്നെ. അത് മുന്നോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കും, നിശബ്ദമായി, ഇടതടവില്ലാതെ. നമ്മുടെ സ്കൂൾ ദിനങ്ങളും കോളേജ് കാലഘട്ടവുമെല്ലാം മിന്നൽ വേഗതയിൽ മാറി മറഞ്ഞതുപോലെ ഇന്ന് അതൊക്കെയും മങ്ങലേറ്റ ഒരുപിടി മധുരമാർന്ന ഓർമ്മകൾ മാത്രമായി മാറിയിരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഈ ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര നടത്താൻ ശ്രമിക്കുന്നവരാണല്ലേ നമ്മളിൽ പലരും. അങ്ങനെ ശ്രമിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? ആ ഓർമ്മകളിലെ വിഷ്വൽ ഡീറ്റെയിൽസിന്റെ ബ്ലർനെസ് കൂടി കൂടി വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അതിലെ ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന ആ സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ ആ സ്പെഷ്യൽ മൊമെന്റിൽ നിങ്ങളുടെ ഇമോഷൻ എന്തായിരുന്നോ അത് ഇപ്പോഴും നിങ്ങൾക്ക് അതേ വ്യക്തതയോടെയും വൈകാരികതയോടെയും ഫീൽ ചെയ്യാം എന്നതാണ്. ഇത് ആദ്യമായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ എനിക്ക് വല്ലാത്ത കൗതുകം തോന്നി. എന്തായിരിക്കും ഇങ്ങനെ? ആ കൗതുകം പതിവ് പോലെ എന്നെ കൊണ്ട് എത്തിച്ചത് ഒരു റിസർച്ച് ആർട്ടിക്കിളിന്റെ മുന്നിലാണ്. സോ ഇനി ഒരു ബുദ്ധിജീവി ഭാഷയിൽ പറയുവാണെങ്കിൽ US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ പഠനപ്രകാരം ഈ മെമ്മറീസ് ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ വിഷ്വൽ ഡീറ്റെയിൽസിനെ കാട്ടിലും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഇമോഷൻസിനാണത്രേ. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്ന വികാരങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. ഈ റിസർച്ച് ഇവിടെ കണ്ടെത്തിയത് വലിയ കാര്യമായല്ലേ? അല്ലെങ്കിൽ പിള്ളേച്ച നുണ പറയുവാണെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ? സോ നമുക്ക് നമ്മുടെ സയൻസ് ക്ലാസ് ഇവിടെ കുറച്ചു നേരത്തേക്കൊന്ന് പൗസ് ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ ഓർമ്മകളിൽ ഇങ്ങനെ ഒരു സ്ട്രോങ് ഇമോഷനായി മാറിയേക്കാവുന്ന ഒരു സ്പെഷ്യൽ മെമ്മറി മൊമെന്റിലേക്കാണ് കേട്ടോ. നമ്മുടെ സിനിമയിലെയും സാഹിത്യത്തിലെയും വാക്കുകൾ കടമെടുത്ത് പറയുവാണെങ്കിൽ മിലാൻ ആദ്യമായി അവന്റെ മുട്ടയിൽ എഴയാൻ തുടങ്ങിയതും ഉറപ്പില്ലാത്ത അവന്റെ കുഞ്ഞിക്കാലുകൾ യാതൊരു ഭയപ്പാടും കൂടാതെ മുന്നോട്ട് വെച്ച് ആദ്യമായി നടക്കാൻ തുടങ്ങിയതുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഞാൻ ഓർക്കുന്നു. എല്ലാ അപ്പനമ്മമാർക്കും അങ്ങനെ തന്നെയാണല്ലേ? എന്തൊരു ബിൽഡപ്പാ അല്ലേ? ഈ ബിൽഡപ്പ് എന്തിനായിരുന്നു എന്ന് വെച്ചാല് ഈ കഴിഞ്ഞ ജൂൺ 11 വാസ് മിലാൻസ് ഡേ കെ ഗ്രാജുവേഷൻ. ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന്. ആൻഡ് ഫൈനലി ഡിസൈഡഡ് ടു പോസ്റ്റ് ദിസ്. രണ്ട് റീസൺസ് ഉണ്ട് അതിന്റെ പിന്നിൽ. ഒന്ന്, ഞാൻ ഈ യൂട്യൂബ് സ്പേസ് എന്റെ ഒരു ഡിജിറ്റൽ ഡയറി ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഐ വാണ്ടഡ് ടു ഡോക്യുമെന്റ് ഹൗ ഐ ഫെൽറ്റ് ആൻഡ് വാട്ട് മൈ തോട്ട്സ് വെയർ. രണ്ടാമത്തെ കാര്യം, ഐ വ്യൂ ദിസ് കമ്മ്യൂണിറ്റി നൗ ആസ് പാർട്ട് ഓഫ് മൈ ഫാമിലി. സോ ഞാൻ ഈ ഗ്രാജുവേഷന് പോയപ്പോൾ ഈ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എന്റെ മൈൻഡിൽ ഒരു തോട്ട് വന്നു. അപ്പൊ ഞാൻ കരുതി ആ തോട്ട്, ആ കോൺസെപ്റ്റ് എന്റെ കമ്മ്യൂണിറ്റി ആയിട്ട് ഷെയർ ചെയ്യണം. സോ കമ്മിങ് ബാക്ക് അഗൈൻ ടു ഡേ കെ ഗ്രാജുവേഷൻ. ഇതൊരു വലിയ സംഭവം ആണോ എന്ന് നിങ്ങൾ ചിന്തിച്ചുവെങ്കിൽ യാതൊരു വിധത്തിലും തെറ്റില്ല. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് ഇന്റർനാഷണൽ ലെവലിൽ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. ഡേ കെ ഗ്രാജുവേഷൻ വേണോ വേണ്ടയോ എന്ന് BBC മാഗസിൻ പോലും അന്വേഷിച്ച് ഒരു ഒറ്റ ഉത്തരത്തിൽ എത്തിപ്പെടാത്തൊരു ടോപ്പിക്കാണ്. ഈ കുഞ്ഞു മക്കളുടെ മുഖത്തുള്ള സന്തോഷവും എക്സൈറ്റ്മെന്റും അഭിമാനവും ഒക്കെ കാണുമ്പോൾ എങ്ങനെയല്ലേ ഒരു ഒറ്റ ഉത്തരത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നത്? ഇനി ഡേ കെയറിന്റെ കാര്യം പറയുമ്പോൾ ഐ നീഡ് ടു മെൻഷൻ 2 people. One is a neighbor and family friend, ജെറീന റെനിൽ. ജെറീനയാണ് ഞങ്ങൾക്ക് ഈ ഡേ കെയർ റെക്കമെൻഡ് ചെയ്തത്. ആൻഡ് വി ആർ സോ വെരി താങ്ക്ഫുൾ ടു ഹർ ഫോർ ദാറ്റ്. ആൻഡ് ദ അതർ പേഴ്സൺ ഇസ് ലിസ, ദ ഓണർ ഓഫ് ദിസ് ഡേ കെയർ. നമുക്ക് കഴിയാത്ത സ്ഥലങ്ങളിൽ ദൈവം തന്റെ മാലാഖ അയക്കും എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദൈവം എന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്ന പല മാലാഖമാരിൽ ഒരാളാണ് ലിസ എന്ന് വേണേ നമുക്ക് പറയാം. കാരണം ചില വ്യക്തികൾക്ക് അവരുടെ ജോലി വെറും ഒരു കടമയല്ല. ദേ റിയലി ലവ് വാട്ട് ദേ ഡു. അങ്ങനെയുള്ളവർക്ക് അവരുടെ എംപതി കൊണ്ടും കൈൻഡ്നെസ് കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും അവർക്ക് ചുറ്റുമുള്ളവരിൽ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ മിലാൻ അവന്റെ ലൈഫിൽ മിസ് ചെയ്യുന്ന അവന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ സ്നേഹവും കരുതലും തനിക്ക് ആകുന്ന രീതിയിൽ തന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ലിസ ചെയ്യുന്നതായി എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം താങ്ക്ഫുൾ ടു ലിസ ഫോർ ദാറ്റ് ആക്ട് ഓഫ് കൈൻഡ്നസ്. ആൻഡ് ദിസ് ഇസ് എ വെരി സെൻസിറ്റീവ് സബ്ജക്ട്. അപ്പനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കാരും ആരും കൂടെ ഇല്ലാതെ ഇവിടെ കഴിയുന്ന ഓരോ പ്രവാസിയുടെയും മനസ്സിനെ മുറിപ്പെടുത്തുന്ന ഒരു അധ്യായമാണിത്. മിലാൻ അവന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ സ്നേഹവും കരുതലും അറിയാതെ പോകുന്നതിൽ ആസ് എ പാരന്റ്സ് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിന്റെ പര്യായങ്ങളായ മുഖങ്ങളാണല്ലേ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സും അങ്കിളും ആന്റിയും ഒക്കെ. ഞാൻ നൊസ്റ്റാൾജി അടുപ്പിക്കുന്നില്ല. ഇന്നിവിടെ ഈ ഫംഗ്ഷന് ഒരു ഫൺ സെഗ്മെന്റ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈച്ച് കിഡ് വാസ് ആസ്ക്ഡ് വാട്ട് ദേ വാണ്ട് ടു ബിക്കം ഇൻ ഫ്യൂച്ചർ. ഒരു കുഞ്ഞ് തന്റെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചോദ്യം, ഒരു കാലത്ത് നമ്മളും ഫേസ് ചെയ്ത അതേ ചോദ്യം. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഈ ചോദ്യം
ചോദ്യം ലൈഫിൽ ഒരുപാട് സ്ഥലത്ത് പിന്നെയും പിന്നെയും ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാൻ തുടങ്ങുന്ന ഒരു ചോദ്യം. ബൈ ദ വേ, മിലാൻ പറഞ്ഞത് അവന് ടീച്ചർ ആകണം എന്നായിരുന്നു. ദാറ്റ് ഡിഡ് സർപ്രൈസ് us and his teachers predicted അവനൊരു എഞ്ചിനീയർ ആകുമെന്ന്. Because of his love for building things, we felt so very happy and proud to see Milan collecting the very first certificate of his life. ഇനിയാണ് നമ്മുടെ സ്റ്റോറിയിലെ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ലൈഫിൽ എവിടെ വെച്ചാണ് ഈ കുട്ടിക്കാലത്ത് നമുക്കുള്ള ധൈര്യവും വിശ്വാസവും നഷ്ടപ്പെടാൻ തുടങ്ങുന്നതെന്ന്. ഈ കുഞ്ഞുങ്ങളുടെ മുഖം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, തന്റെ ഏതൊരു ആഗ്രഹവും സാധിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം കാണുന്നില്ലേ നിങ്ങൾ? ഇവരാരും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ല കോമ്പീറ്റ് ചെയ്യുന്നത്. ഇവരാരും പരസ്പരം കമ്പയർ ചെയ്യുന്നില്ല. ഒരാളുടെ വിഷമം ഇവരുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള വിഷമമാണ്. പക്ഷെ ലൈഫിൽ ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഇവർക്ക് ഈ ഒരുമയും സ്നേഹവും നിഷ്കളങ്കതയും നഷ്ടപ്പെട്ടു പോകുന്നു. അവർക്ക് ചുറ്റും അവർ മതിലുകൾ പണിയാൻ തുടങ്ങുന്നു. ചുറ്റുമുള്ള ആരെയൊക്കെയോ അവരെ തന്നെ അളക്കാനുള്ള അളവ് കോലുകളാക്കുന്നു. അവരെ സെക്കൻഡ് ഗെസ് ചെയ്യാൻ തുടങ്ങുന്നു. അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഉയരങ്ങൾക്ക് അളവുകളും അതിരുകളും വെക്കുന്നു. ഒറ്റയ്ക്ക് വേറിട്ട് നടക്കാൻ അവർ ഭയപ്പെടാൻ തുടങ്ങുന്നു. ഇതായിരുന്നില്ലേ നമ്മൾക്ക് സംഭവിച്ചത്? ആരാണ് ഇതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്? ഒരർത്ഥത്തിൽ നോക്കിയാൽ നമ്മൾ ഓരോരുത്തർക്കും അതിൽ പങ്കില്ലേ? നമ്മൾ നിരുപദ്രവം എന്ന് ചിന്തിച്ച് അവരുടെ പ്രസൻസിൽ പാസ് ചെയ്യുന്ന ദ സോ കോൾ സില്ലി കമന്റ്സ്, മറ്റുള്ളവരെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ, നമ്മൾ ടിവിയിലും സോഷ്യൽ മീഡിയയിലും കണ്ടാസ്വദിക്കുന്ന കോണ്ടന്റ്സ്, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സ്റ്റോറീസ്, നമ്മൾ മാഗ്നിഫൈ ചെയ്യുന്ന നമ്മുടെ ഭയങ്ങൾ, നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്ന നമ്മുടെ നെഗറ്റീവ്സ്, ഇവയൊന്നും ഒരു തിന്നേറിൽ അലിഞ്ഞു പോകുന്നില്ല എന്നതാണ് സത്യം. ഈ കുഞ്ഞി കണ്ണുകളും കാതുകളും അത് കാണുന്നുണ്ട്. അവരുടെ കുഞ്ഞു തലച്ചോറുകളിൽ അത് ശേഖരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ചെറിയ ഡോസേജിൽ കൺസ്യൂം ചെയ്യുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരുടെ സ്വഭാവത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും അടിസ്ഥാനങ്ങളായി മാറുന്നു. ഒരു ഫ്രഷ് വാട്ടർ പൂളിൽ ഒരു ചെറിയ തുള്ളി മാലിന്യം വീഴുന്ന സ്പ്രെഡ് ആകുന്ന വേഗതയിൽ വാതോരാതെ നമ്മൾ സംസാരിക്കുന്നു. റോഡുകളുടെ അവസ്ഥയെക്കുറിച്ച്, വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെക്കുറിച്ച്, തൊഴിൽ സാധ്യതകളുടെ പോരായ്മകളെക്കുറിച്ച്, എന്തിനേറെ ഫിലിം സ്റ്റാർസിന്റെ ആക്ടിംഗ് മികവിനെക്കുറിച്ചും സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ചും വരെ നമ്മൾ ചർച്ച ചെയ്യുന്നു. ബട്ട് നാളെയുടെ വാഗ്ദാനങ്ങളായ ഈ കുഞ്ഞു തലച്ചോറുകളിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയുമായി നടത്തുന്ന ഈ തോട്ട് പൊല്യൂഷനെ കുറിച്ച് നമ്മൾ എന്ന് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും തുടങ്ങും? ഞാൻ ഒരിക്കലും പറയില്ല ഞാനോ മെൽവിനോ ഒരു പെർഫെക്റ്റ് പാരന്റ് ആണെന്ന്. ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ, എനി ചേഞ്ച് ടുവേർഡ്സ് ആൻ ഇംപ്രൂവ്മെന്റ് starts with that one realization that we are not perfect. Just like so many of you, we are also learning things on the go. But the day Milan was born, we told ourselves we will try to become better in our thoughts, words and actions, not just for us but for Milan, to help Milan shape his world with kindness, empathy and more humanity. Because we believe how we shape a child's world shapes the world. That's the weight and beauty of raising a child. Every small action matters. I'm dedicating this video to all. Let's decide to take that very first step at our home with our intention of clean thoughts for building a bright and happy future for them. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ ആശയങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ, ഷെയർ ഇറ്റ് വിത്ത് പീപ്പിൾ whom you care for. കാരണം അറിവെന്നത് വെളിച്ചമായി മാറുന്നത് അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുമ്പോഴുമാണ്. Also share your thoughts in the comments below. I would love to know from you what you think about this topic and this concept.